ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്ലച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ കൃത്യമായിട്ട് മാർക്കിയിട്ടും ഒപ്പം തന്നെ കൃത്യതയോടെ ഓരോ റോഡ് മനസ്സിലാക്കി ക്ലച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒന്നിലധികം പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത്, വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു സംശയമാണ്. എപ്പോൾ ക്ലച്ച് യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല. പ്രത്യേകിച്ച് വ്യത്യസ്ത റോഡിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. നിരപ്പിൽ നിന്ന് കയറ്റവും ഇറക്കവും ഗട്ടറും ഒക്കെ വരുന്ന സമയത്ത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ പല ആൾക്കാർക്കും ഉണ്ട്. ഒപ്പം തന്നെ ചിലപ്പോൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ വണ്ടി എഞ്ചിൻ ഇടിച്ച് നിൽക്കുന്ന പോലെ വരും. ചിലപ്പോൾ നിന്നു പോകും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ രക്ഷപ്പെട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യവും പല ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത് നിങ്ങൾക്ക് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ക്ലച്ച് കൺട്രോളിങ് ചെയ്യാം, ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് നമുക്ക് വ്യത്യസ്ത റോഡിലൂടെ ഒന്ന് ഡ്രൈവ് ചെയ്യാം. അവിടെയെല്ലാം നമ്മൾ ക്ലച്ച് യൂസ് ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് ക്ലച്ചിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കണം. ഒപ്പം പുതിയതായിട്ട് വീഡിയോകൾ കാണുന്നവരുണ്ടെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓളമർത്തിയിട്ടേക്കുക. അപ്പം ഞാൻ ഇത്തരത്തിലിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 5 കൊല്ലത്തിന് മുകളിലായി. അപ്പം നമ്മുടെ ഈ ചാനലിൽ കൂടുതലായിട്ടുള്ളത് ഡ്രൈവിംഗ് ടിപ്സ് വീഡിയോകളാണ്. ഡ്രൈവിംഗ് ടെസ്റ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോകളുണ്ട്, എച്ചുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളുണ്ട്, 8 ബന്ധപ്പെട്ട വീഡിയോകളുണ്ട്, റോഡ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളുണ്ട്. പിന്നെ വണ്ടി നമ്മൾ ഇത്തരത്തിൽ ഓടിച്ച് പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകളുണ്ട്. ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ, ഗിയർ, അങ്ങനെ എല്ലാ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ പഴയ വീഡിയോകളും കൂടെ ഒന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്ലച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ കൃത്യമായിട്ട് മാർക്കിയിട്ടും ഒപ്പം തന്നെ കൃത്യതയോടെ ഓരോ റോഡ് മനസ്സിലാക്കി ക്ലച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗിയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഓരോ ഗിയറിലുമുള്ള ക്ലച്ച് കൺട്രോളിങ് വ്യത്യസ്തമാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് ഞാൻ കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരാം. അതിന് നമുക്ക് സെയിം ആയിട്ട് ടോർക്ക് തരുന്ന 2 ഗിയറുകളുണ്ട്. ഒന്ന് ഫസ്റ്റ് ഗിയറും റിവേഴ്സ് ഗിയറും. അതായത് ഫസ്റ്റ്, റിവേഴ്സ്. നമ്മളൊരു വണ്ടി മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു വണ്ടിക്ക് വെയിറ്റ് ഉണ്ട്. ഈ വെയിറ്റുള്ള വണ്ടിയെ ചലിപ്പിക്കാനായിട്ടുള്ള ഒരു ശക്തി, ഒരു പവർ നമുക്ക് എപ്പോഴും ഫസ്റ്റ് ഗിയറിൽ നിന്നേ ലഭിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ സെക്കൻഡോ തേർഡോ ഇട്ട് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, എടുക്കാനായിട്ട് ശ്രമിച്ചാലും വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. അപ്പോൾ ആ സെയിം ടോർക്ക് തന്നെയാണ് നമുക്ക് റിവേഴ്സ് ഗിയറിലും ഉള്ളത്. അപ്പോൾ റിവേഴ്സ് നമ്മൾ പുറകോട്ട് എടുക്കുന്ന സമയത്തും ഒരു വണ്ടിയെ നിർത്തിയിട്ട് മുന്നോട്ടെടുക്കുന്ന സമയത്തും ഒരേ രീതിയിലുള്ള ടോർക്കാണ് നമുക്ക് വാഹനത്തിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ രീതിയിലുള്ള ഒരു ക്ലച്ച് കൺട്രോളിംഗ് ആണ് നമ്മൾ ഫസ്റ്റിലും റിവേഴ്സിലും ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ടത്. ഒപ്പം തന്നെ നമ്മൾ സെക്കൻഡിലേക്കോ തേർഡിലേക്കോ ഫോർത്തിലേക്കോ വരുമ്പോൾ ഈ ക്ലച്ച് കൺട്രോളിംഗ് വ്യത്യസ്തമായിട്ടുള്ള ഒരു മെത്തേഡിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ വണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് മുന്നോട്ടെടുക്കുകയാണ്. മുന്നോട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു. ഓക്കെ, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ പെഡലേ വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുമ്പോൾ വണ്ടി മുന്നോട്ട് മൂവ് ആകുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുന്നു. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഗിയറിലുള്ള ക്ലച്ച് കൺട്രോളിങ് ചെയ്യേണ്ടത്. ഇത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് എടുത്തപ്പം നമുക്കൊരു നിർത്തിയ വാഹനത്തെ ഇതുപോലെ ഈസി ആയിട്ട് മുന്നോട്ടെടുക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ സെയിം രീതിയിലുള്ള ഒരു ക്ലച്ച് കൺട്രോളിംഗ് ആണ് നമ്മളൊരു വണ്ടി റിവേഴ്സ് എടുക്കുമ്പോഴും ചെയ്യേണ്ടത്. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ വണ്ടി നിർത്താണ്, എനിക്ക് വണ്ടി റിവേഴ്സ് എടുക്കണം. റിവേഴ്സ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയറിനോട് ചേർന്ന സെയിം ടോർക്കാണ് റിവേഴ്സ് ഗിയറിനുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേഷൻ പെഡലേ വെക്കുന്നു. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് വരികയാണ്. ഇപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ബാക്കിലേക്ക് റോൾ ആകുന്നുണ്ട്. ഇനി നമുക്കിവിടെ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നമ്മൾ വണ്ടിയെ ബാക്കിലേക്ക് എടുക്കാം. ഓക്കെ, കണ്ടോ, ഇപ്പോൾ വണ്ടി നിർത്തി. അപ്പം സെയിം ആയിട്ടുള്ള ഒരു ക്ലച്ച് കൺട്രോളിംഗ് ആണ് നമുക്ക് ഫസ്റ്റ് ഗിയറിലും റിവേഴ്സ് ഗിയറിലും ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഓരോ ഗിയറിലേക്ക് പോകുമ്പോൾ, സെക്കൻഡിലേക്കും തേർഡിലേക്കും ഫോർത്തിലേക്കും പോകുമ്പോഴുള്ള ക്ലച്ച്
കൺട്രോളിങ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതേ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഇനി വണ്ടി എടുക്കുകയാണ്. ആദ്യം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് പതുക്കെ വരുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ എത്തിയാൽ ഉടൻ തന്നെ അവിടുന്ന് നമ്മൾ പതിയെ കാലയക്കുക. ഏറ്റവും സാവധാനത്തിൽ കാലയ്ക്കുമ്പോൾ നമ്മുടെ വണ്ടി പതിയെ അനങ്ങി തുടങ്ങുന്ന സമയത്ത് നമ്മളിത് ഇവിടെ മെല്ലെ ആക്സിലറേഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ക്ലച്ചിൽ നിന്ന് അയച്ച് ഇതുപോലെ ഫസ്റ്റ് ഗിയറിൽ എടുക്കാം. ഓക്കെ, ഇനി സെക്കൻഡ് ഗിയറിലേക്ക് വരുന്ന സമയത്തുള്ള ക്ലച്ച് കൺട്രോളിങ് നിങ്ങൾ നോക്കുക. ഞാൻ വണ്ടിക്ക് മൂവ് ആക്കുന്നു. റോഡ് സ്ട്രെയിറ്റ് ആയതിനു ശേഷം ഇതേ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ആക്സിലറേഷൻ കുറയ്ക്കുകയാണ്. കുറയ്ക്കുന്ന സമയത്ത് വണ്ടി റൺ ചെയ്യുകയാണ്. ഈ സമയത്ത് നമ്മൾ സാവധാനം ക്ലച്ച് ഔട്ടിട്ട് സെക്കൻഡ് ഇടുക. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ ഒരു 2-3 സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ കാലയക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ഇതേ 2-3 സെക്കൻഡുകൾ കൊണ്ട് കാലയച്ചു. ഇപ്പം നിങ്ങൾ നോക്കുക, ഒരുപാട് നമ്മളിവിടെ ക്ലച്ച് കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വന്നു ഇല്ല. അതിനുശേഷം ഞാനിവിടെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ സെക്കൻഡ് ഗിയറിൽ വണ്ടി ഇപ്പോൾ ഈ ചെറിയൊരു കയറ്റം കയറി പോവുകയാണ്. അപ്പം അടുത്തൊരു ഗിയറിലേക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ക്ലച്ചിൽ നിന്ന് പതുക്കെ ഒരു 3 സെക്കൻഡുകൾ കൊണ്ട് കാല് അയച്ചു മാറ്റുക. അതിനുശേഷം നിങ്ങൾക്ക് ആക്സിലറേഷൻ കൊടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ സെക്കൻഡ് ഗിയറിൽ ക്ലച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ഇനി തേർഡ് ഗിയറിലേക്ക് ഇടുന്നത് നിങ്ങളെ കാണിക്കുക. ഇപ്പോൾ അത്യാവശ്യം റോഡ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ വളവും കഴിഞ്ഞ് ചെറിയൊരു സ്ട്രെയിറ്റ് റോഡിലേക്ക് വരുന്നു. ഇവിടെ ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുകയാണ്. ഇവിടെ ആക്സിലറേഷൻ വീണ്ടും ഞാൻ കുറച്ചു. എന്നിട്ട് ഇതേ ക്ലച്ച് പിടിക്കുന്നു. ഓക്കെ, എന്നിട്ട് തേർഡ് ഗിയറിലേക്ക് നമ്മൾ ഇടുന്നു. 1, 2, 3 സെക്കൻഡുകൾ കൊണ്ട് ഇതേ ക്ലച്ചിൽ നിന്ന് പതിയെ കാലയക്കുന്നു. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ തേർഡ് ഗിയറിലേക്ക് വീണു. അതിനുശേഷം ഞാനിത് ബ്രേക്കിൽ വന്ന് വണ്ടി ഈ വളവിൽ ഒന്ന് സ്ലോ ചെയ്യുകയാണ്. അപ്പം ഇത്ര ഈസി ആയിട്ടുള്ള ഒരു ക്ലച്ച് കൺട്രോളിംഗ് ആണ് നമുക്ക് തേർഡ് ഗിയറിലേക്ക് വരുന്നത്. ഇനി ഫോർത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കുക, ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടിക്ക് ആദ്യം ഒരു മൂവ്മെൻറ്റ്സ് നൽകുന്നു. അപ്പോൾ വണ്ടി മൂവിങ്ങിലാണ്. അതിനുശേഷം ഞാൻ ഇതേ ജസ്റ്റ് ബ്രേക്കിൽ വന്ന് വണ്ടി ഒന്ന് സ്ലോ ചെയ്തുകൊണ്ട് ഇതേ ക്ലച്ച് പിടിക്കുന്നു. ഓക്കെ, അതിനുശേഷം പതിയെ ഫോർത്തിലേക്ക് ഇടുന്നു. 1, 2, 3 സെക്കൻഡുകൾ കൊണ്ട് ഇതേ ക്ലച്ചിൽ നിന്ന് കാലയച്ചു. അപ്പോൾ ഇത്ര ഈസി ആയിട്ടാണ് നമുക്ക് ഫോർത്തിലേക്ക് ഇടാം. ഇനി ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ ബുദ്ധിമുട്ട് വരും. ആ ഒരു രീതിയിലുള്ള ക്ലച്ച് കൺട്രോളിങ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഫിഫ്ത്തും കൂടെ കൊടുത്ത് നോക്കാം. നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു ഇറക്കം കൂടിയ റോഡാണ്, ചെറിയ സ്ട്രെയിറ്റ് റോഡാണ്. ഇവിടെ നമുക്ക് ഫിഫ്ത്ത് കൊടുക്കാം. ഇത് ക്ലച്ച് പിടിക്കുന്നു. ഇറക്കം കൂടിയ റോഡായതുകൊണ്ട് ബ്രേക്കേ കാല് വെച്ചിട്ട് നമുക്ക് ഫിഫ്ത്ത് ഗിയറിലേക്ക് ഇട്ടിട്ട് ഒരു 3 സെക്കൻഡുകൾ കൊണ്ട് കാല് അയച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഈസി ആയിട്ട് ഫിഫ്ത്ത് ഗിയറിൽ പോകാനായിട്ട് കഴിയുന്നതാണ്. എന്നാൽ ഇനി ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള ക്ലച്ച് കൺട്രോളിംഗ് ആണ് ഇനി നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മളിങ്ങനെ ഫിഫ്ത്ത് ഗിയർ പോവുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ഇറക്കം ഇറങ്ങിയിട്ട് ചെറിയൊരു നിരപ്പ് റോഡ് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഫിഫ്ത്തിൽ പോകുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഫോർത്താണ്. കാരണം ഇടുങ്ങിയ റോഡായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് അഡ്വാൻസ് ആയിട്ട് ഫിഫ്ത്തിൽ നിന്ന് ഫോർത്ത് കൊടുക്കുക. ഫോർത്ത് കൊടുക്കുന്നു. ഇപ്പോൾ റണ്ണിങ് നിലനിർത്തി തന്നെ. എന്നിട്ട് 1, 2, 3 സെക്കൻഡുകൾ കൊണ്ട് ക്ലച്ചിൽ നിന്ന് കാലയക്കുക. എന്നിട്ട് വീണ്ടും ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നു. ഇനി വീണ്ടും ഇവിടെ മുന്നിലായിട്ടൊരു വളവ് വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലച്ച് എപ്പോൾ യൂസ് ചെയ്യണം എന്നുള്ള ഒരു സംശയമാണെങ്കിൽ ആദ്യം ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് വളവിന് മുന്നമേ തന്നെ ക്ലച്ച് ചവിട്ടുക. ഫോർത്തിൽ നിന്ന് തേർഡ് ഇടുക. 1, 2, 3 സെക്കൻഡുകൾ കൊണ്ട് ക്ലച്ചിൽ നിന്ന് കാലയച്ചിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പോകാം. ഇനി ഇവിടെ പെട്ടെന്ന് മുന്നിലായിട്ട് ഒരു ഗട്ടർ വന്നു. അഡ്വാൻസ് ബ്രേക്കേ വന്ന് ക്ലച്ച് ചവിട്ടുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. എന്നിട്ട് നമ്മളിവിടെ വണ്ടി സ്ലോ ചെയ്ത് ഗട്ടറിലേക്ക് വരികയാണ്. നിങ്ങൾ നോക്കി, ഇവിടെ എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും പൂർണ്ണമാണ്. എന്നിട്ട് ഈ ഗട്ടർ ഇറങ്ങി കയറി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടതിന് ശേഷം 1, 2, 3 സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് വീണ്ടും വണ്ടിയെ അയച്ചെടുക്കുകയാണ്. അത് നിങ്ങൾക്ക് ഒരു സംശയം വരുമായിരിക്കും. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഒരു ഗട്ടർ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നമ്മളിവിടെ ക്ലച്ചിൽ വന്നു, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി ഓൾറെഡി സ്ലോ ആയല്ലോ. എന്നിട്ട് ഇത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സെയിം ടൈമിൽ 1, 2, 3, 4 സെക്കൻഡുകൾ, മാക്സിമം ഒരു 4 സെക്കൻഡുകൾക്കുള്ളിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നിട്ട് നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അതൊന്നും കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ വണ്ടിക്ക് മൂവ് ആക്കുന്നു, സെക്കൻഡിലേക്ക് ഇടുകയാണ്. ഓക്കെ, വണ്ടിക്ക് മൂവ് ആക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു, 2-3 സെക്കൻഡുള്ളിൽ. ഇപ്പോൾ ഇവിടെ ഇത് മുന്നിലൊരു ഗട്ടർ വന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അഡ്വാൻസ് ആയിട്ട് ബ്രേക്കേ വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു, സെക്കൻഡ് ഗിയർ ഇടുന്നു, 1, 2, 3 സെക്കൻഡിനുള്ളിൽ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നു. വീണ്ടും ഇവിടെ ഗട്ടർ വന്നു, ക്ലച്ച് അഡ്വാൻസ് ആയിട്ട് ചവിട്ടി പിടിക്കുന്നു, പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, 1, 2, 3 സെക്കൻഡുകൾ അല്ലെങ്കിൽ 4 സെക്കൻഡുകൾക്കുള്ളിൽ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ക്ലച്ച് കൺട്രോൾ ചെയ്ത് വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ ഒരു വളവിൽ ഒരു വണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ മുന്നമേ തന്നെ എൻ്റെ കാലെടുത്തിട്ട് ക്ലച്ച് പെഡലിലേക്ക് വെച്ചു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ ആ വണ്ടി ഇറങ്ങി വരുന്ന സമയത്ത് ഈ സൈഡ് കട്ടിങ് ഉണ്ട്. കട്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് വണ്ടി ചവിട്ടി നിർത്തേണ്ടതായിട്ട് വരും, അതായത് നിർത്തി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനാണ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ക്ലച്ചിലേക്ക്. ഇനി ക്ലച്ച് കൺട്രോളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. പല ആൾക്കാർക്കും വണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത്, വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് പലർക്കുള്ള സംശയമാണ്, വണ്ടി ഓഫായി പോകുമ്പോൾ
ക്ലച്ച് കൃത്യമായിട്ട് യൂസ് ചെയ്യാതെ വരുമ്പോൾ ഓഫായി പോകുമോ എന്നുള്ളൊരു സംശയം വരും. അതെങ്ങനെ ഒഴിവാക്കാമെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ സെക്കൻഡിൽ ഇങ്ങനെ പോവാണ്, നിങ്ങൾ നോക്കുക. തേർഡിൽ ഇങ്ങനെ പോകുന്നു, വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഫോർത്തിൽ ഇങ്ങനെ പോകുന്നു. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ മുന്നിലായിട്ട് ഒരു ഗട്ടറോ അല്ലെങ്കിൽ വളവൊക്കെ ഇതുപോലെ വരുന്നു. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്ലോ ചെയ്യണം. സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷനിൽ നമ്മൾ ജസ്റ്റ് ബ്രേക്കേ വരുമല്ലോ. ബ്രേക്കേ വരുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ വേഗത തീർത്തും കുറയുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതായത് റണ്ണിങ് തീർത്തും കുറയുന്നു, ഇപ്പോൾ ഇവിടെ കുത്തനെയുള്ള ഒരു ഇറക്കമാണ്, ആ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് ക്ലച്ച് പെഡലിലേക്ക് കാലെടുത്ത് വെക്കുക. വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നാൽ, ഇപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രേക്കേ വന്ന് സ്ലോ ചെയ്യുന്ന സെയിം ടൈമിൽ ക്ലച്ച് പിടിക്കുക, തേർഡിലേക്ക് ഇടുക, ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. ഓക്കെ, അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഒരു ഗിയർ ഡൗൺ ചെയ്ത് നമ്മൾ അങ്ങനെ ക്ലച്ചിലേക്ക് വന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ല. ഇനി ഇങ്ങനെ നിങ്ങൾ പോകുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടെ പറയാം. ഇങ്ങനെ നമ്മൾ പോവുകയാണ്, ഇങ്ങനെ പോകുന്ന സമയത്ത് മുന്നിലായിട്ടൊരു ഗട്ടർ വന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ തേർഡിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ കാല് ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്യുകയാണ്. സ്ലോ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും നമ്മുടെ വണ്ടി ഇത് ഇവിടെ ഓഫായി പോകും. അപ്പോൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ തേർഡിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുത്തിട്ട് ഒരു 1, 2, 3 സെക്കൻഡുകൾക്കുള്ളിൽ ക്ലച്ചിൽ നിന്ന് കാലയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് അവിടുന്ന് കാലയച്ച് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു സെക്കൻഡിലോ തേർഡിലേക്കോ ഒക്കെ ഇങ്ങനെ ഇട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഗട്ടർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയെ സ്ലോ ചെയ്തെടുക്കാൻ കഴിയും. അതൊന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചിട്ട്, ഇപ്പം ഞാൻ ഇങ്ങനെ തേർഡിൽ വരുവാണ്. ഇവിടെ ഒരു വളവുണ്ട്, എൻ്റെ കാലിൽ ഇതേ ബ്രേക്കേ വരുന്നു. അപ്പോൾ ഞാനിത് ഇങ്ങോട്ട് ഈ ഒരു സൈഡിലേക്ക് വന്ന് വണ്ടി ഒന്ന് തീർത്ത് സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഇവിടെ ഒരു ഗട്ടർ വന്നു. അപ്പോൾ എൻ്റെ കാല് ബ്രേക്ക് വന്ന് വണ്ടി സ്ലോ ആവുകയാണ്. ഇപ്പം നമുക്കറിയാം വണ്ടി ഓഫായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ക്ലച്ചിലേക്ക് അഡ്വാൻസ് ആയിട്ട് എൻ്റെ കാല് വന്നിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് തേർഡിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റിലേക്ക് കൊടുക്കുകയാണ്. കാരണം എന്താണ്? ഇവിടെ വണ്ടി തീർത്ത് സ്ലോ ആയി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റിലേക്ക് ഇടാം. അപ്പം ഇട്ടതിന് ശേഷം ഒരു 3 സെക്കൻഡ് അല്ലെങ്കിൽ 4 സെക്കൻഡിനുള്ളിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ വണ്ടി ഓഫായി പോകത്തില്ല. ഇത് തീർത്തും സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷനിലാണ് ചെയ്യുന്നത്. എന്നാലും നമ്മൾ അല്ലാതെ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴോ, ഇപ്പോൾ നമ്മളൊരു 4th നിന്ന് 3rd ഇടേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ബ്രേക്കേ വരിക, മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ വണ്ടി ആ ഗിയറിൽ പോകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബ്രേക്കേ വന്ന് സ്ലോ ചെയ്യുന്ന സെയിം ടൈമിൽ ക്ലച്ച് പിടിക്കുക, 3rd ഇടുക, ഒരു 3 സെക്കൻഡുകൾക്കുള്ളിൽ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക, വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്കത് പോകാനായിട്ട് കഴിയുന്നതാണ്. അത് ഞാൻ ഒന്നും കൂടെ ഇവിടെ കാണിച്ചു തന്നിട്ട് വീഡിയോ നിർത്താം. നിങ്ങൾ നോക്കുക, സെക്കൻഡ് കൊടുക്കുന്നു, ഇപ്പോൾ 3rd കൊടുക്കുന്നു, 4th കൊടുത്തു, ഇങ്ങനെ 4th കൊടുത്ത് പോവാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ ഒരു വളവ് വന്നു. വളവ് വന്നപ്പോൾ എൻ്റെ വണ്ടി ഇച്ചിരി സ്ലോ ചെയ്യണം. ഞാൻ ആക്സിലറേഷൻ ഒന്ന് കുറയ്ക്കുന്ന സമയത്ത് വണ്ടിയുടെ വേഗത കുറഞ്ഞു എന്ന് കരുതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? അഡ്വാൻസ് ആയിട്ട് ക്ലച്ചിൽ വന്ന് ചവിട്ടി പിടിക്കുന്നു, 3rd ഇടുന്നു, 3 സെക്കൻഡുകൾക്കുള്ളിൽ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ 3rd വരുന്നു. ഇത് ഇവിടുന്ന് ഒരു വണ്ടി വരുവാണ്. അപ്പോൾ എൻ്റെ വണ്ടി സ്ലോ ആയെന്ന് എനിക്ക് മനസ്സിലായി. ക്ലച്ചിലേക്ക് വരുന്നു, ക്ലച്ച് ഓടുന്നു, സെക്കൻഡിലേക്ക് ഒരു ഇട്ട് കൊടുക്കുന്നു, ഒരു 2-3 സെക്കൻഡുകൾക്കുള്ളിൽ ക്ലച്ചിൽ നിന്ന് കാലെടുത്തു. അപ്പോൾ അവിടെ വണ്ടി സ്ലോ ആയതുകൊണ്ടാണ് ഡൗൺ ചെയ്ത് സെക്കൻഡ് കൊടുക്കേണ്ടി വന്നത്. ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് 3rd തന്നെ പോകാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു മെത്തേഡ് മാത്രം നിങ്ങളൊന്ന് ഓർത്താൽ മതി. നിങ്ങൾക്ക് സംശയമില്ലാതെ തന്നെ ഏറ്റവും കൃത്യതയോടെ തന്നെ ക്ലച്ച് യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് പ്രാക്ടീസ് അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.